തൃശൂരിൽ ഡിസിസി പ്രസിഡന്റ് സ്ഥാനത്തിനായി എഐ ഗ്രൂപ്പുകൾ കരുനീക്കം ശക്തമാക്കി. മുൻ മന്ത്രി സി.എൻ. ബാലകൃഷ്ണൻ, പത്മജ വേണുഗോപാൽ തുടങ്ങിയവരെ പരിഗണിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ വയോധികരും വനിതകളും വേണ്ടെന്ന നിലപാടാണ് ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. എന്നാൽ നിലവിൽ അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കാതിരിക്കാനുള്ള നീക്കം എ ഗ്രൂപ്പും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയുടെ പരിഗണനയിലേക്ക് തൃശൂർ ജില്ലയിലെ ഡിസിസി അധ്യക്ഷരാകേണ്ട പട്ടിക നൽകാൻ ഗ്രൂപ്പുകൾ തയ്യാറെടുക്കുമ്പോൾ ഇത്തവണ അധ്യക്ഷസ്ഥാനം വയോധികർക്ക് നൽകരുതെന്ന നിലപാടാണ് ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിനുള്ളത്. ഐ ഗ്രൂപ്പിലെ പ്രമുഖനും കെ.പി.സി.സി സെക്രട്ടറിയുമായ വി ബൽറാം അത് തുറന്നു പറയുന്നു. ഇവിടെ ഈ ജില്ല രക്ഷപ്പെടണമെങ്കിൽ കോൺഗ്രസിനും UDF-നും കൂടുതൽ ശക്തി ഉണ്ടാവണമെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരണം എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഈ ശതാഭിഷേക്തരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ ദയവ് ചെയ്തിട്ടൊന്ന് മാറ്റി നിർത്താം. ജില്ലാ അധ്യക്ഷ സ്ഥാനത്തിനായുള്ള സി.എൻ. ബാലകൃഷ്ണൻ നീക്കത്തിന് തിരിച്ചടിയാകും ഐ ഗ്രൂപ്പിൽ നിന്നുയർന്ന ഈ വാദം. വനിതയെ പരിഗണിച്ചാൽ സ്വാഭാവികമായും പത്മജ വേണുഗോപാൽ ഇടം പിടിച്ചേക്കുമെന്ന സൂചനയുള്ളപ്പോൾ അതിനെതിരെയും ഐ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പടയൊരുക്കമുണ്ട്. ജോസ് വള്ളൂർ, ടി.വി. ചന്ദ്രമോഹൻ, എം.പി. വിൻസെന്റ് തുടങ്ങിയവരെയാണ് ഐ ഗ്രൂപ്പ് ഡിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത്. അതേസമയം പി.എ. മാധവനെ ഡിസിസി പ്രസിഡന്റായി നിലനിർത്തണമെന്ന ആവശ്യമാകും എ വിഭാഗം ഉന്നയിക്കുക. എന്നാൽ VM സുധീരന്റെ നോമിനി എന്ന നിലയിൽ TN പ്രതാപനും അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി ദില്ലി കേന്ദ്രീകരിച്ചുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. എന്നാൽ AI ഗ്രൂപ്പുകൾക്ക് അനഭിമതനായതിനാൽ ശക്തമായ എതിർപ്പാണ് പ്രതാപനെതിരെ ഉള്ളത്. ജില്ലയിൽ അവകാശവാദങ്ങളും തർക്കങ്ങളും മുറുകുമ്പോഴും സംസ്ഥാന തലത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളും ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങളുമാകും പ്രസിഡന്റ് സ്ഥാനം ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ നിർണായകമാവുക. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.